കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 16-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കർത്താവായ യേശുവുമായി ആഴമായ ബന്ധം സ്ഥാപിക്കുന്ന നിങ്ങൾക്ക് ഇതുവരെ കാണുവാൻ കഴിയാത്ത നന്മയുടെ വഴികൾ കാണുവാൻ ഇടയാകട്ടെ. കാരണം വിശ്വാസതലത്തിൽ തുറക്കപ്പെടുന്ന കണ്ണുകൾ യേശുവിനെ തിരിച്ചറിയും, യേശു നൽകുന്ന നന്മകൾ തിരിച്ചറിയും. സ്നേഹമുള്ളവരെ, യേശുവിന്റെ മരണത്തിനു ശേഷം ഉയർത്തെഴുന്നേറ്റ യേശുനാഥൻ ജെറുസലേമിൽ നിന്നും എമ്മാവൂസിലേക്ക് പോകുകയായിരുന്ന 2 ശിഷ്യന്മാരുടെ കൂടെ യാത്ര ചെയ്തു. യേശുവിനെ കുറിച്ചുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും സംസാരിച്ചുകൊണ്ട് അവർ പോകുമ്പോഴും യേശുവിനെ തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങളുടെ രാജാവായ ശക്തനായ ദൈവത്തെ തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്നു. എന്നാൽ കർത്താവായ യേശു അനേകരുടെ ഉൾക്കണ്ണുകൾ തുറക്കുവാൻ കാത്തു നിൽക്കുകയാണ്. തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവിടുന്ന് കഴിവ് നൽകിക്കൊണ്ട് പറയുകയാണ്: യുഗാന്ത്യത്തോളം ഞാൻ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. സ്നേഹമുള്ളവരെ, അപ്പത്തിന്റെ രൂപത്തിൽ യേശുവിന്റെ ശരീരരക്തങ്ങൾ വിശുദ്ധിയോടെയും വിശ്വാസത്തോടെയും സ്വീകരിക്കുന്നവരുടെ ആന്തരിക നയനങ്ങൾ തുറക്കപ്പെടും. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് യേശുവിനെ കാണുവാൻ കഴിയാതെ ആത്മീയ അന്ധത ബാധിച്ചിരിക്കുന്ന അനേകരുടെ കണ്ണുകൾ തുറക്കുവാൻ യേശുവിന്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ യേശുവിനെ കാണുവാൻ തക്കവിധം, അവിടുത്തെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ തക്കവിധം ഇന്ന് നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ആദ്യനും അന്ത്യനുമായ ദൈവം, ആൽഫയും ഒമേഗയുമായ നമ്മുടെ കർത്താവ്, സകല സ്തുതികൾക്കും ആരാധനകൾക്കും യോഗ്യനായ ദൈവം, ഓ എൻ്റെ യേശുവേ, എൻ കൺകൾ തുറന്നു ഞാൻ കാണുന്നേ 7 പൊൻവിളക്കിൻ നടുവിൽ. എൻ കൺകൾ തുറന്നു ഞാൻ കാണുന്നേ 7 പൊൻവിളക്കിൻ നടുവിൽ. പ്രിയൻ മാറത്തു പൊൻകച്ച കെട്ടിയും, ഓ യേശുവേ, നീലയങ്കി ധരിച്ച പ്രിയൻ മാറത്തു പൊൻകച്ച കെട്ടിയും, യേശുവേ, ആദ്യനും അന്ത്യനും ആൽഫയും ഒമേഗയും, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. യോഗ്യനേ അങ്ങു മാത്രം യേശുവേ. സ്തുതികൾ വെൺമഞ്ഞ് പോലെ ധവളമായ തലമുടിയോട് കൂടിയവൻ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള നമ്മുടെ കർത്താവായ യേശു, പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ അവിടുത്തെ ശബ്ദം ഇതാ മുഴങ്ങുന്നു.
നമ്മുടെ കർത്താവായ ദൈവത്തിന് സ്തുതി മഹത്വം നമുക്ക് ഇന്ന് അർപ്പിക്കാം. അവിടുത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. ആദ്യനും അന്ത്യനുമായ ദൈവം, ആൽഫയും ഒമേഗയുമായ നമ്മുടെ കർത്താവ്, പോലെ തലമുടിയും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളോ എന്റെ യേശുവേ, പെരുവെള്ളത്തിൻ നീരച്ചിൽ പോലെ പ്രിയൻ ശബ്ദം കാതിൽ മുഴങ്ങി. പെരുവെള്ളത്തിൻ നീരച്ചിൽ പോലെ പ്രിയൻ ശബ്ദം കാതിൽ മുഴങ്ങി. ആദ്യനും അന്ത്യനും എന്റെ യേശുവേ, ആൽഫയും ഒമേഗയും, ആദ്യനും അന്ത്യനും, ആൽഫയും ഒമേഗയും, സ്തുതികൾക്ക് യോഗ്യനേ. ഓ യേശുവേ, സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ, സ്തുതികൾക്ക് യോഗ്യനേ. അങ്ങുമാത്രം യേശുവേ. എൻ കണ്ണുകളാൽ മുഖം കാണുന്നേ, സൂര്യനേക്കാൾ ശോഭയുള്ളതാ ഓ എന്റെ കർത്താവേ, എൻ കണ്ണുകളാൽ മുഖം കാണുന്നേ, യേശുവേ, അങ്ങേക്ക് മഹത്വം. സൂര്യനേക്കാൾ ശോഭയുള്ളതാ മരണപാതാളത്തിൻ ശക്തിയെ തകർത്ത താക്കോൽ കയ്യിലുള്ളോ. മരണപാതാളത്തിൻ ശക്തിയെ തകർത്ത താക്കോൽ കയ്യിലുള്ളോ. ആദ്യനും ഓ എന്റെ യേശുവേ, ആൽഫയും കർത്താവേ, അങ്ങേക്ക് മഹത്വം അർപ്പിക്കും. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്ന യേശു. ആദ്യനും യേശുവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ, യാചനകളിൽ അവിടുന്ന് കടന്നു വരണം യേശു. സ്തുതികൾക്ക് യോഗ്യനേ. കർത്താവേ, അങ്ങേക്ക് മഹത്വം. മാത്രം യേശു. യേശുവേ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തുതികൾക്ക് യോഗ്യനേ. അങ്ങുമാത്രം യേശുവേ. യേശു, ആദ്യനും ഓ ആദ്യനും അന്ത്യനുമായ ദൈവമേ, ആൽഫയും ഒമേഗയുമായ കർത്താവേ, ഞങ്ങളുടെ സകല പ്രാർത്ഥനകളും യാചനകളും ഇതാ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഭവനത്തിലേക്ക് അവിടുത്തെ സാന്നിധ്യം കടന്നു വരണം യേശുവേ. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തും. ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഓ എന്റെ യേശു, യോഗ്യനേ. അങ്ങുമാത്രം യേശുവേ. യേശുവേ, സ്തോത്രം ചെയ്യുന്നു. സ്തുതികൾക്ക് യോഗ്യനേ. കർത്താവേ, ഞങ്ങളുടെ കൂടെ ആയിരിക്കണം. അങ്ങുമാത്രം യേശുവേ. അങ്ങുമാത്രം യേശുവേ. കർത്താവായ ദൈവം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ദൈവിക അനുഗ്രഹങ്ങൾ കാണുവാൻ തക്കവിധം ഇന്ന് നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.